എവിടെ പോവാ രണ്ടുപേരും? ഞങ്ങള് ചെറിയൊരു പരിപാടിയിലായിരുന്നു. കാരണം നിഷായിടിക്കിയുടെ ഇപ്പൊ രണ്ടാമത്തെ ഒരു പടം, പേര് ഞാൻ പറയുന്നില്ല, അതിന്റെ എന്തോ വരിക, അതിന്റെ അർത്ഥം എന്തുവാ? പാതിരാത്രി പാതിരാത്രിയിലെ കാര്യങ്ങളല്ല കേട്ടോ. അതെ, അപ്പൊ അതിന്റെ ചെറിയൊരു പരിപാടിയിലായിരുന്നു ഞങ്ങള്. താങ്കളുണ്ടോ ഈ രാത്രിയില്? ഈ രാത്രിയിൽ ഞാനില്ല, ഞാനും പുള്ളിക്കാരത്തിയും കൂടി അതിന്റെ ഒരു ചെറിയ പരിപാടിയിൽ ഞങ്ങൾ ചെറിയൊരു ഭക്ഷണം കഴിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ, ക്യാമറമാൻ ട്രോളിക്കോട്ടെ അതില്. അതെ അതെ, പക്ഷെ ഇതിന്റെ പുള്ളിക്കാരത്തി ഇപ്പൊ ഈ രണ്ടാമത്തെ പടവും നല്ല രീതിയിൽ തന്നെ യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നാലാമത്തെ പടം യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടെണ്ണം വിവാദമായ പടങ്ങൾ. വിവാദം പുള്ളിക്കാരത്തിയുടെ മിക്ക പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, വിവാദങ്ങളിലൂടെയാണ് പുള്ളിക്കാരത്തി. അതെ അതെ, വിവാദങ്ങളിലൂടെയാണ് പുള്ളിക്കാരത്തി. ഞാൻ മാറ്റി നിർത്താം വണ്ടി വന്നു. വിവാദങ്ങളിലൂടെയാണ് പുള്ളിക്കാരത്തി. പെണ്ണുങ്ങളാണ് പോട്ടെ, എന്റെ നോട്ട് ചെയ്യാൻ നോക്കുന്ന പെണ്ണുങ്ങളെല്ലാം. അത് പിന്നെ വണ്ടി ഇടിക്കാൻ പോയപ്പോ രക്ഷിച്ചല്ലേ, ഞങ്ങളുടെ ഡയറക്ടർ അല്ലേ, അത് ഞങ്ങളുടെ കടമയല്ലേ അല്ലേ, പ്രൊഡ്യൂസറും ഡയറക്ടറുമാണ്. അപ്പൊ ഞങ്ങൾ രക്ഷപ്പെടുത്തണ്ടേ. വിവാദങ്ങൾ വരാത്ത ഒരേ ഒരു ഷോർട്ട് ഫിലിമേ ഉള്ളൂ. ഓൾ ബ്രൈറ്റും ഞാനും കോഴിനെ എന്തോ ഇട്ട് ഓടിക്കുന്ന പോലെ എന്നെ ഇട്ട് ഓടിച്ച് അവന്റെ പടങ്ങളെല്ലാം ഒരു മികച്ച പടങ്ങൾ തന്നെയായിരിക്കും. മികച്ച പടങ്ങൾ തന്നെയായിരിക്കും. കാരണം അവന്റെ പടങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല, നിഷാടിക്ക് അറിയാൻ പറ്റില്ല, എല്ലാത്തിനും ഒരു ട്വിസ്റ്റ് ഉണ്ടാവും. ഒരു ട്വിസ്റ്റ് ഉണ്ടാവും അവന്റെ പടത്തിൽ. അത് അവന്റെ പടം കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ ഏതായാലും ഇപ്പൊ രണ്ടാം ഭാഗം ഉണ്ടെന്നൊക്കെ പറയുന്നത് ശരിയാണ്. അത് ഇതിന്റെ പ്രൊഡ്യൂസറാണ് തീരുമാനിക്കേണ്ടത്. രണ്ടാം ഭാഗം ഉണ്ടോ അതിന്? നിർമ്മിക്കണം എന്ന അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാവരും ചെതറിപ്പോയി, എല്ലാരും കൂട്ടി യോജിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആദ്യം ചെതറാനായിട്ട് ആരാണ് ഇവിടെ ബോംബ് സ്ഫോടനം ഉണ്ടാക്കിയത്? ചെതറാൻ വേണ്ടി, വൈറലാവാൻ വേണ്ടിയോ? അത് വെറുതെ അല്ല, വേറെ ആരില്ല, നമ്മുടെ ഡയറക്ടർ ഓൾബ്രൈറ്റ് തന്നെ ചെറിയ ചെറിയ ഒരു സ്ഫോടനത്തിന് തിരി കൊളുത്തി അതങ്ങോട്ട് പൊട്ടിത്തെറിച്ചു, അത്രേ ഉള്ളൂ. പുള്ളിക്കാരത്തിന്റെ നാലാമത്തെ പടം വിജയകരമായിട്ട് യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ പടം ഒന്നുമില്ല, താങ്കൾക്ക് എന്താണ് അവസരം തരാത്തത്? നിർമ്മാതാവ് താങ്കൾക്ക് അവസരങ്ങളൊന്നും തരുന്നില്ലല്ലോ, അതെന്താ തരാത്തത്? പറഞ്ഞു എനിക്ക് പറ്റി അടുത്തൊരു പടം പിടിക്കട്ടെ. ഇത് കണ്ടു കഴിഞ്ഞാൽ ആള് റൗഡിയാണ്. ഞാൻ ചെയ്ത് വെക്കുന്ന ഷോർട്ട് ഫിലിമുകൾ അദ്ദേഹത്തിന്റെ നിഷ്കളങ്കമായ മുഖം നോക്കിയിട്ട് നിങ്ങൾ റൗഡിന്ന് പറഞ്ഞാൽ അത് ശരിയായില്ല, അത് വളരെ മോശമായിപ്പോയി. ഞാൻ പറഞ്ഞു എനിക്കൊരു ക്യാമറ ചേട്ടന്റെ ശബ്ദത്തിന് എന്ത് പറ്റി? ശബ്ദം തൊണ്ടയിൽ കാക്ക കയറി കൊത്തിയതാ, അതിൽ പിന്നെ ശബ്ദം എങ്ങനെ? എനിക്ക് ഇഷ്ടപ്പെട്ട റോള് ഞാൻ പറഞ്ഞോട്ടെ ഏതാന്ന്? എനിക്ക് ഇഷ്ടപ്പെട്ട റോള് ഞാൻ പറഞ്ഞോട്ടെ. ഒന്നെങ്കിൽ വീട്ടിലെ വേലക്കാരൻ, അല്ലെങ്കിൽ ഹൗസ് ഡ്രൈവർ, അല്ലെങ്കിൽ പ്ലംബർ, അല്ലെങ്കിൽ ഇത് ജോണിച്ചാൻ ചെയ്യുന്ന സാധനമാണല്ലോ പ്ലംബർ. വരുമ്പോ ഇത് ജോണിച്ചാൻ്റെ ആണല്ലോ പ്ലംബർ, വേലക്കാരൻ. അത് വേണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോ ഞാൻ ഡോക്ടറായിട്ട് ചെയ്യാം. ഡോക്ടറിലും ഉണ്ട് പുള്ളി, മസാജ് സെന്ററിലും ഒക്കെ ഉണ്ട് ജോണിച്ചാൻ. എല്ലാവരും തൂണിലും തുരുമ്പിലും ഉണ്ട് ജോണിച്ചാട്ട്. അതെ, അപ്പൊ എനിക്ക് അങ്ങനത്തെ റോളുകളാണ് താല്പര്യം. പിന്നെ ഈ ക്യാമറമാന് മനസ്സിലായില്ല, ആള് ഭയങ്കര ട്രോളാണ്, സൂക്ഷിച്ച് സംസാരിക്കുക. പുള്ളിയുടെ വോയിസ് കേട്ടിട്ട് എവിടെയോ പുള്ളിനെ കണ്ടതുപോലെ. പക്ഷെ പുള്ളി ഭയങ്കര ട്രോളാണ്. അഭിലാഷാട്ടയം എവിടെയാണ്? നിങ്ങൾ അഭിലാഷാട്ടയം? എന്റെ അഭിലാഷാട്ടല്ല, അഭിലാഷാട്ടന്റെ ഭാര്യയുടെയും 3 മക്കളുടെയും കൂടെ അവരുടെ വീട്ടിലെ മോറ്റോയിലുണ്ട്. ഞാൻ എന്റെ താങ്കൾ എന്നാണ് ഇപ്പൊ പെരേരയുടെ കൂടെ കാണുന്നില്ല, അഭിലാഷാട്ട നിങ്ങളെല്ലാം തല്ലി പിരിഞ്ഞോ ശരിക്കും? ബ്രൈറ്റ് പിന്നെ വിനീത് അങ്ങനെയുള്ള ആരെയും ഒന്നും കാണുന്നില്ല. ഓരോ മാസത്തിനുള്ളിൽ ഇവര് ലേലം വിളിച്ചെടുക്കാണ്. ആദ്യം ഒരാൾ ലേലം വിളിച്ചെടുക്കും 1 lakh, പിന്നെ അത് കഴിയുമ്പോൾ അതിന് മേളിൽ ഒരാൾ വിളിക്കും, അത് 2 lakhന് വിളിക്കും. ഈ ആറാട്ടെണ്ണം പറഞ്ഞ മറ്റേ കാര്യം സത്യമാണോ? ഈ